ഹലോ ശ്രീനി ആൻഡ് ഫ്രണ്ട്സ്. പരിസ്ഥിതി ദിനം ഇതാ എത്തിയല്ലേ. നമ്മുടെ ചുറ്റും ഉള്ള പരിസ്ഥിതി വളരെ ആരോഗ്യത്തോടുകൂടെ സംരക്ഷിക്കണം. പച്ചപ്പുണ്ടാക്കണം, ചെടികളെയും മരങ്ങളെയും സംരക്ഷിക്കണം, വെള്ളം ശുചിയായിട്ട് നിർത്തണം, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള സന്ദേശങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. നമുക്കറിയാം, നമുക്ക് ചെടികളും മരങ്ങളും ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒട്ടേറെ സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. തണൽ, കാറ്റ്, വായു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, അതുപോലെ എത്ര ഫലങ്ങളും പച്ചക്കറികളും എന്തെല്ലാമാണ്, ധാന്യങ്ങളും അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചുറ്റുമുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം പ്രകൃതി പ്രദാനം ചെയ്യുന്നുണ്ട്. ആ പ്രകൃതിയെ നാം സംരക്ഷിക്കണം. നോക്കൂ, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കവയിത്രി സുഗതകുമാരി ടീച്ചർ കവിതയിലൂടെ പറഞ്ഞു തന്നതൊന്ന് നമുക്ക് ഓർത്തു നോക്കാം, പാടി നോക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, ഇതു പ്രാണവായുവിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പുകൈ മാത്രമായി, ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. എത്ര നല്ല കവിത അല്ലേ. വളരെ ലളിതവും സുന്ദരവുമായിട്ടുള്ള കവിത. അപ്പോൾ നമുക്ക് കൃഷിയുടെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കൃഷിക്കാർ, നമുക്ക് ധാന്യം ഉണ്ടാക്കി തരുന്ന കൃഷിക്കാർ, അവരുടെ ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ തരണം ചെയ്യും. അവരുടെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കണം, വെള്ളം വേണം അല്ലേ, നന്നായിട്ട് വളരാൻ കീടങ്ങളെ അകറ്റണം. അതുപോലെ കൃഷിയുടെ അനുബന്ധമായിട്ട് കൃഷിക്കാരന് സഹായിക്കുന്ന കന്നുകാലികളെ വളർത്തലും, കോഴി, താറാവ്, അങ്ങനെയുള്ള കൾച്ചറുകളെ പറ്റി നാം ഓർക്കുന്നുണ്ടോ? പലതരം കൾച്ചറുകൾ എന്ന് പറഞ്ഞൊരു കഥയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, അതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഒരുപാട് തരം പശുക്കളുണ്ട്, കോഴികളുണ്ട്, താറാക്കളുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ തനതായിട്ടുള്ള, നമുക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് ഔഷധച്ചെടികൾ. നമുക്ക് മഴക്കാലത്ത് പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ തുളസി നീരും
പനിക്കൂർക്കയിലയുടെ ചാറും ഒക്കെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തരുന്നുണ്ടല്ലോ അല്ലേ. അതിലൊക്കെ ഔഷധം ഒരുപാടുണ്ട്. ഔഷധ സസ്യങ്ങൾ ഒരുപാട് ഉള്ള നാടാണ് കേരളം. ആയുർവേദ ശാസ്ത്രം ഇവിടെയാണ് വികസിച്ചു വന്നത്. കൂട്ടുകാർക്കറിയാം, ആയുർവേദ മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ ചെടികളിൽ നമ്മുടെ ചുറ്റുമുള്ള ചെടികളിൽ നിന്ന്, ഔഷധ ചെടികളിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പം അതൊക്കെ വളർത്തിയെടുത്ത് അവയെ സംരക്ഷിക്കണം അല്ലേ. നോക്കൂ, കൾച്ചറുകളിൽ നമ്മൾ നോക്കിയില്ലേ, മീൻ വളർത്തൽ, പിസിക്കൾച്ചർ. പലതരം മീനുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ മീൻ വളർത്തലിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. അതിൽ നിന്ന് ഫിഷ് ഓയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, അതൊക്കെ വിൽപ്പനയും നടത്തി സമ്പാദിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പേൾ സ്പോട്ട്, റോഹു എന്നെല്ലാം പേരുള്ള മീനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എപ്പിക്കൾച്ചർ, തേനീച്ച വളർത്തൽ. തേനീച്ചക്കൂടിൽ തേൻ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഹണിയും വാക്സും നമുക്ക് കിട്ടും. ഇവിടെ തേനീച്ചയുടെ വെറൈറ്റി മെല്ലിഫെറ എന്ന പേരുള്ള തേനീച്ചയെ പറ്റി പറഞ്ഞിരിക്കുന്നു. മഷ്റൂം കൾച്ചർ, പലതും ഭക്ഷണത്തിന് ഉപയോഗിക്കും, മരുന്നിന് ഉപയോഗിക്കും എന്നൊക്കെയാണ്. അതുപോലെ കന്നുകാലികളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്നൊക്കെ അറിയാമല്ലോ. പശുവിന് പാലും മോരും തൈരും നെയ്യും വെണ്ണയും എല്ലാം. അതുപോലെ പശുവിൻ്റെ ചാണകം നല്ലൊരു വളമാണ് ചെടികൾക്ക്. മുയൽ വളർത്തലുണ്ട്. പലതരം മുയലുകളുണ്ട്. വൈറ്റ് ജെയിൻറ്റ്, ഗ്രേ ജെയിൻറ്റ്, അങ്കോറ എന്ന വെറൈറ്റികളുള്ള മുയലുകളുണ്ട്. അപ്പോൾ ചിലവ വേഗം പെറ്റുപെരുകും എന്നാണ്. അപ്പോൾ അത്രയും ആ കൃഷിക്കാരന് ലാഭം കിട്ടുന്നു. പട്ടുനൂൽ പുഴു ഉണ്ടോ? മൾബറി ലീവ്സ് തിന്നുകയാണ്. പട്ടുനൂൽ പുഴു പട്ടുനൂല് തരുന്നു. പട്ടുവസ്ത്ര വ്യാപാരങ്ങൾക്കൊക്കെ ഈ പട്ടുനൂലാണ് ഉപയോഗിക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള ഒരു നൂലാണ് പട്ടുനൂല്. പട്ടുവസ്ത്രങ്ങൾക്ക് വില കൂടിയതാണ്, നമുക്കറിയാം. ടുസാർ എന്ന് പറയുന്ന ഒരു ജാതി പട്ടുനൂൽ പുഴുവാണ് പോലും. അതുപോലെ കോഴികളും പലതരമുണ്ട്. വൈറ്റ് ലഗോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാടൻ കോഴികൾ, കരിങ്കോഴികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പൗൾട്രി ഫാമിംഗ്, കോഴിയുടെ കാഷ്ടം വളത്തിന് ഉപയോഗിക്കുന്നു. താറാവ് അതുപോലെ പല വെറൈറ്റികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൃഷിക്കാർക്ക് കാലാവസ്ഥ അനുയോജ്യമായിരുന്നാൽ ഒരുപാട് വിളവുകൾ കിട്ടുന്നു. ഇനി കൃഷിയെ സംരക്ഷിച്ച് വളർത്താനുള്ള 2 പുതിയ വിദ്യകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പോളി ഹൗസ് ഫാമിങ്ങും പ്രിസിഷൻ ഫാമിങ്ങും പറഞ്ഞിരിക്കുന്നു. ഇത് പോളി ഹൗസ്, ഒരു ചെറിയ ഉണ്ടോ കൂട് വെച്ച് മറച്ച പോലെ ചെടികളെ സംരക്ഷിച്ച്, പോളിത്തീൻ ഷീറ്റ് വെച്ച് സംരക്ഷിച്ച് ഉണ്ടോ. ഒരുപാട് ചൂട് ഏൽക്കില്ല, ഒരുപാട് മഴയും കൊള്ളില്ല. അപ്പോൾ അതിന് പാകത്തിനുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും. ചെടികൾ അനുകൂല സാഹചര്യത്തിൽ നന്നായി വളരും, നല്ല വിധത്തിൽ വിളവും തരും. പച്ചക്കൃഷിയാണെങ്കിലും പൂവാണെങ്കിലും. ഇതിൽ നെറ്റും ഇട്ടിട്ടുണ്ടാവും, വല. അപ്പോൾ പ്രാണികളൊന്നും അധികം കടക്കാതെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ പുതിയ വിദ്യയാണ് മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കി മണ്ണിന് ആവശ്യമുള്ള ഘടകങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ pH വാല്യൂ, സോയിലിൻ്റെ മണ്ണിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പല വിദ്യകളും ഉണ്ട്. അപ്പോൾ അത് ഏത് തരം മണ്ണാണ് എന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കും. അതിന് യോജിച്ച ചെടികളാണ് ആ മണ്ണിൽ വളർത്തുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേക മണ്ണാണ് നമ്മുടെ ഭൂമിയിൽ. അതനുസരിച്ചിട്ടുള്ള വിളവുകളാണ് ഉണ്ടാക്കേണ്ടത്. ഇനി മണ്ണില്ലാത്തവർക്കായിട്ടുള്ള അഗ്രികൾച്ചർ എങ്ങനെയാണ് കൃഷി നോക്കൂ. ടെറസിൻ്റെ മുകളിലൊക്കെ പറമ്പില്ലാത്തവർക്ക് ചെയ്യാവുന്നതാണ്. ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സ് 2 രീതി. ഹൈഡ്രോപോണിക്സിൽ ഈ കുഴലിനകത്ത് ഓട്ട, അതിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ, പോഷകാഹാരം ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് മാത്രം, അങ്ങനെ വളർത്താം. ഇതിൽ എയ്റോപോണിക്സിൽ എയറിൽ കാണുന്നു വേരിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും മരുന്നുകൾ.
പിന്നെ വിത്തിനങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. പാരമ്പര്യ രീതിയിലുള്ള വിത്തിനങ്ങൾ നമ്മൾ ധാരാളമായി ഉപയോഗിക്കണം. പുതിയ വെറൈറ്റി വരുന്നുണ്ട് വിത്തുകൾ, എങ്കിലും നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുത്തശ്ശന്മാരും പഴയ ആൾക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള തരം പച്ചക്കറികൾ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മണ്ണിന് അഭികാമ്യമായിരിക്കും അവ വളർത്തുന്നത്. എന്തോ ഇതിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മെനി ഇൻഡൈജീനസ് ട്യൂബർ ക്രോപ്സ് ആർ ഡിസപ്പിയറിങ് ടുഡേ. ഡയസ്കോറിയ അല്ലെങ്കിൽ കാച്ചിൽ, അതുപോലെ ആരോ റൂട്ട്, കൂവ, അതുമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നു കൃഷി. കായ കാമ്പും കൂമ്പും ചേമ്പും എന്നൊക്കെ ഒരു പാട്ടില്ലേ, കായും കാമ്പും കൂമ്പും ചേമ്പും ചേനയും കൂടി കൂട്ടാൻ വെച്ചാൽ നന്നായിരിക്കും എന്നുള്ള പാട്ടുണ്ട്. കവിത ഓർമ്മ വരുന്നു, കുഞ്ഞുണ്ണി മാഷിൻ്റെ. അപ്പം നമ്മുടെ പഴയ ഇതുപോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മൂവാണ്ടൻ മാവേ മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല നല്ല മാമ്പഴങ്ങളും ചക്കപ്പഴങ്ങളും ഒക്കെ ധാരാളം പഴയ ടൈപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അതിലൊന്നും നഷ്ടം വരില്ല. അതുപോലെ ഇത് വാഴ, ഞാലിപ്പൂവൻ, ഏത്തൻ, അതുപോലെ പാളയംകോടൻ, അങ്ങനെ കുറേ വെറൈറ്റികൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആടുകൾ, പലതരം ആടുകളുണ്ട്. മലബാറി, അട്ടപ്പാടി, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റികൾ, ആ ജാതി ആടുകൾ ഇവിടെ വളർത്താൻ പറ്റും. അതുപോലെ താറാവ്, മസ്കോവി എന്നുള്ള ഒരു തരം താറാക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഓൺലൈനിൽ കുറേ ഓൺലൈനിൽ കൂടി കൃഷിക്കാർക്ക് അവരുടെ വിളവിനെക്കുറിച്ച് പബ്ലിഷ് ചെയ്യാം, പരസ്യപ്പെടുത്താം, വിൽപ്പന ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ വളർത്തുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഈ ഓൺലൈനിൽ നല്ല ഡിമാൻഡാണ് പോലും. ജനങ്ങൾക്ക് വളരെയേറെ അത് പ്രയോജനപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ എങ്ങനെയായിരിക്കണം? സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഇക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്. നമുക്ക് കാലാവസ്ഥയെ നമ്മുടെ പരിസ്ഥിതിക്കും ഇണങ്ങുന്ന തരം കൃഷി അല്ലേ? അപ്പോൾ മണ്ണിലധികം കെമിക്കൽസ് ഉപയോഗിക്കാതെ ജൈവവളം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അതായത് ചീഞ്ഞു പോകുന്ന നമ്മുടെ ജൈവ വസ്തുക്കൾ, വേസ്റ്റൊക്കെ ഇല്ലേ, അത് തന്നെ വളമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ പ്രദേശത്തിലുള്ള വിത്തുകൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നത് സംരക്ഷിക്കുക. സയൻറ്റിസ്റ്റ് പല പരീക്ഷണങ്ങളും നടത്തി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പോംവഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഫാമിലി തന്നെ ഒരുമിച്ച് ഫാമിംഗ് ഒക്കെ അഗ്രികൾച്ചർ ചെയ്താൽ, പരസ്പരം സഹായിച്ചുകൊണ്ട് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തൊക്കെ കൃഷി കണ്ടോ? ടെറസ് കൾട്ടിവേഷൻ ഉണ്ട്. കലൂരിൽ പിന്നെ പേപ്പറിലുണ്ടായിരുന്നു, ടെറസിൽ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോ ബാഗിൽ വെർട്ടിക്കൽ കമ്പിയിലൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ, ക്രൈസിസൊക്കെ വരും. ബുദ്ധിമുട്ടുകൾ വന്നാലും അത് തരണം ചെയ്യാനുള്ള വഴികൾ ധാരാളമുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി ആ അറിവുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം. അറിഞ്ഞില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ടോ കൃഷി വകുപ്പിനോട് ഉപദേശങ്ങൾ ചോദിച്ചിട്ടോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ആണ് അത് പുതിയ രീതി, ആ പോളി ഹൗസ് ഫാമിംഗ് പടം കണ്ടില്ലേ, പോളിത്തീൻ ഷീറ്റ് വെച്ച് മറച്ചത്, അതുപോലെ ടെറസ് മാത്രമുള്ളവർക്ക്, പറമ്പില്ലാത്തവർക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യാം. അതുപോലെ എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ, ഇപ്പോൾ പ്രളയം പോലെയുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ചെടികൾക്ക് വരുമ്പോഴോ അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്ന, അതായത് ഒരു കൃഷിയെ മാത്രം ആശ്രയിക്കാതെ അത് അനുബന്ധമായിട്ട് വേറെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെടികൾ വളർത്തിക്കൊണ്ട് തന്നെ കന്നുകാലിയും വളർത്തുന്നു ചിലർ. അപ്പോൾ ചെടികളിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞാലും
കന്നുകാലികളിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റും. വേസ്റ്റ് ഡിസ്പോസൽ, അതുപോലെ കന്നുകാലികളുടെ കിട്ടുന്ന ചാണകം, അതൊക്കെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാം, ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. അത് നമുക്ക് കുറച്ച് ചിലവുകളൊക്കെ കമ്മിയാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ക്രോപ്പ് ലോസ് വരുമ്പോൾ, അതായത് വിളവ് നാശം വന്നാൽ അതിന് വേറെ അനുബന്ധ കൃഷികൾ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല വിത്തിനങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ ചിലത് നമുക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേറൊരു രീതിയിൽ സ്റ്റോർ ചെയ്ത് കുറേ കാലത്തേക്ക് സൂക്ഷിച്ചിട്ട് പിന്നീട് ആവശ്യം വരുമ്പോൾ വിൽക്കാൻ പറ്റുന്ന തരത്തിലാക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക. അതുപോലെ ലോ ഇൻട്രസ്റ്റ് ലോൺ ഫെസിലിറ്റീസ്, അധികം പലിശയില്ലാതെയുള്ള ലോൺ സഹായങ്ങൾ ഉണ്ടോ എന്ന് അതും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമുക്ക് കുറേ വിവരങ്ങൾ, കുറേ നോളേജ് കൃഷിയുടെ നമുക്ക് പുതിയതായിട്ട് അറിയാനുണ്ട്. നമുക്ക് പുതിയ വിദ്യകളുണ്ട്, പുതിയ ടെക്നിക്സ് ഉപയോഗിക്കാം, ടെക്നോളജി ഉപയോഗിക്കാം, ഉപകരണങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞ് പലതും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം, അല്ലേ? അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഒന്ന് ചെയ്തിട്ട് അത് ശരിയാവുമ്പോൾ സന്തോഷം, അല്ലേ? ശരിയായില്ലെങ്കിൽ അതൊന്ന് ശരിയാക്കാൻ എന്ത് ചെയ്യണമെന്ന് പരീക്ഷിച്ച് നോക്കുക. നോക്കൂ, തൈ നട്ട് പിടിപ്പിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അത് വളരുന്നു, എന്ത് സന്തോഷം, അല്ലേ? ഒന്ന് വളർത്തിയെടുക്കുമ്പോൾ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, കണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കതിൽ നിന്ന് ലാഭവുമുണ്ട്, സന്തോഷവും കിട്ടുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.